റിട്ടയർഡ് ഡി ജി പിയും ബി ജെ പിയുടെ ഉപാധ്യക്ഷയുമായ ശ്രീലേഖ IPS ആണ് നമുക്കൊപ്പം ചേരുന്നത്. മാം, കാക്കിക്കുപ്പായത്തിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇപ്പോൾ വലിയൊരു ചുമതലയാണ് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു വാർഡ് കൗൺസിലർ എന്ന സീറ്റിലേക്ക് പരിഗണിച്ചപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ശരിക്കും സന്തോഷം തോന്നി. കാരണം രാഷ്ട്രീയത്തിലെ സേവനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിലെനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇതൊരു നല്ല പാഠമായിരിക്കും എനിക്ക് ഭാവി ജീവിതത്തിൽ. ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് നേതൃപാടവത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? മാം വരുമ്പോൾ സുരേന്ദ്രനായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ എടുക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ഭാരവാഹത്തിൽ എങ്ങനെയാണ് പാർട്ടിയെ നോക്കിക്കാണുന്നത്? വലിയ വ്യത്യാസം ഇല്ല. രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്തുത്യർഹമായിട്ട് പ്രവർത്തിച്ചവരാണ്. ശ്രീ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണല്ലോ ആദ്യമായിട്ട് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇത്രയധികം BJPക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയായത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിൻ്റെ അവസാനിച്ച ശേഷമാണല്ലോ രാജീവ് ചന്ദ്രശേഖർജിയെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിനൊരു കുറച്ചും കൂടെ പുതിയ ഒരു മോഡേൺ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും തത്തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ശാസ്ത്രമംഗലത്ത് പ്രചരണം ആരംഭിച്ചു. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു സമീപനം? എങ്ങനെയാണ് വീടുകളിലൊക്കെ എത്തുമ്പോൾ എങ്ങനെയുണ്ട്? വളരെ വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും, എല്ലാ ആൾക്കാരും, അത് ജാതി മത ഭേദമന്യേ ഉച്ച നീചത്വങ്ങൾ തട്ടുകൾ അങ്ങനെയൊന്നുമില്ലാത്ത രീതിയിൽ എന്നെ ഒരു അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അംഗീകരിച്ച പോലെയുള്ള ഒരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആ സ്നേഹവും അവരുടെ വികാരവും അവർ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ വളരെയധികം എനിക്കും ആ സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നതിന് തിരുവനന്തപുരം ഒരു വലിയൊരു മാതൃകയായി, ഒരു വികസന മാതൃക മുന്നോട്ട് വെക്കുന്നുണ്ട്. കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ ഒരു മേയർ എന്ന പദവി കാണുന്നുണ്ട്. ഒരു വനിതാ മേയർ എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഇപ്പോൾ എനിക്കൊരു കൗൺസിലറായിട്ട് വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം, എൻ്റെ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് ഈ ശാസ്ത്രമംഗലത്തെ ഒരു വാർഡ് കൗൺസിലറായിട്ട് വിജയിക്കുക, അതുമാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. പ്രവർത്തനം പൊതുവിൽ എങ്ങനെയുണ്ട് ഇവിടെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ നല്ല പ്രവർത്തനമാണ്. കുറച്ച് മന്ദഗതിയിലാണ് എൻ്റെ പ്രചാരണം പോകുന്നത്. കാരണം ഓരോ വീടുകളിലും സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. പലർക്കും ഇതുപോലെ ഫോട്ടോ വേണം, അകത്ത് ഞാൻ കയറണം, ഇരിക്കണം, എന്തെങ്കിലും കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും കണ്ടിട്ടേ പോകാവുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ കുളിക്കുകയായിരിക്കും, വൈഫ് അടുക്കളയിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടെ വന്ന് കാണണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. വീടുകളിലെത്തുമ്പോൾ ഒരു DGP എന്ന ഒരു പദവി, അത് ഒരു സെലിബ്രിറ്റിയായിട്ടൊക്കെ ആളുകൾ പരിഗണിക്കുന്നുണ്ട്. ഞാൻ DGP എന്നുള്ള പദവി മാറിയിട്ട് ഇപ്പോൾ 4 വർഷമായി, 5ാമത്തെ വർഷം ആകാൻ പോണു. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ ഞാൻ ഒരു ചാനലിലൂടെയുള്ള ഒരു സസ്നേഹം ശ്രീലേഖ എന്ന ചാനൽ ഇപ്പം കുറച്ച് പോപ്പുലറാണ്. 1.2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ വനിതയിലെ ഇതൊക്കെ ആർട്ടിക്കിൾസ് വായിക്കുന്നുണ്ട്, മാഡത്തിൻ്റെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബറാണ്, കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു, അല്ലാതെ DGP എന്നുള്ള ഒരു പദവി അതല്ല അവർ പറയുന്നത്. ഇപ്പോൾ സ്ഥാനത്തേക്ക് വിജയിച്ച് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് ഒരു ഭാവിയിൽ എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നിലവിൽ ഒട്ടനവധി ആരോപണങ്ങൾ മാമിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യരുടെ ഒരു പരാമർശം ശ്രദ്ധയപ്പെട്ട് കാണാം. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള B. ജോയി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ആദ്യത്തെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റിന് ഉത്തരം പറയാം. വികസിത കേരളം, വികസിത അനന്തപുരി എന്നുള്ള ഒരു തത്വം BJP ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മാറാത്തതിനി മാറും, അഴിമതിയിൽ നിറഞ്ഞ ഭരണം അവസാനിപ്പിക്കും, വളരെ സുതാര്യമായിട്ടുള്ള ജനസേവനപരമായിട്ടുള്ള വളരെ പെട്ടെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്ന ഒരു തുറന്ന, വളരെ അധികം ഫണ്ടുകൾ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന, സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് വിനിയോഗിക്കുന്ന ഒരു ഭരണമായിരിക്കും അനന്തപുരി തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുക എന്നുള്ളതിൽ 100% ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 1 മാസം 1.5 മാസത്തിനകം ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ വിവാദങ്ങൾ എന്ന് പറയുന്നത്, അത് എപ്പോഴും എവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ തലങ്ങളിൽ എനിക്ക് പ്രശസ്തി കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വിവാദങ്ങൾ വരാറുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്ത് കുറ്റവാളികളുണ്ടാവും, മറുഭാഗത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഇരകളുണ്ടാവും. കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലിയിൽ ഇരുന്നപ്പോൾ എനിക്ക് ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികൾ എനിക്കെതിരെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഉള്ള ഒരു രീതി മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നു എന്നത് സഹിക്കാൻ പറ്റാത്ത ചില ദുഷ്ടശക്തികൾ പ്രതികരിക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അവർ എനിക്കെതിരെ തിരിയുന്നതിൽ ഞാനത് കൺസേൺഡേ അല്ല. കാരണം അത് ഞാൻ അനുഭവിച്ചതാണ് ഒരുപാട്, അതിനെയൊക്കെ നേരിട്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴും എന്ത് വന്നാലും, ആരോപണങ്ങളോ എന്ത് വന്നാലും എനിക്കതിനൊന്നും മറുപടിയില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. തലസ്ഥാന ജനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രതിസന്ധി ഒന്ന് കുടിവെള്ളമാണ്, രണ്ട് ഈ തെരുവ് നായയുടെ ശല്യം. ഇപ്പോൾ ഏറ്റവും അടുത്ത് മ്യൂസിയത്തിൽ നടന്നവർ 5 പേര് കടിച്ച് മാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതിനൊരു പരിഹാരം എന്തെങ്കിലും ആലോചനയിലുണ്ടോ? ഇതൊന്നും നേരാംവണ്ണം ചെയ്യാതിരുന്ന നഗരസഭ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 പ്രശ്നവും ഇല്ലാതാവും, 100% ഉറപ്പ്. എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നു? ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് മാമിനെതിരെ മത്സരിക്കുന്നത്. നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സര രംഗത്തുള്ളവരല്ലേ, അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ മോളാകാനുള്ള പ്രായമുള്ള ഒരു കുട്ടിയും സഹോദരിയാവാനുള്ള പ്രായമുള്ള വേറൊരു സ്ത്രീയും ഞാനും അവരുടെയൊക്കെ ഏറ്റവും മുതിർന്ന ഒരു അമ്മയാകാൻ പ്രായമുള്ള ഒരു സ്ത്രീയും ഒക്കെ മത്സരിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ചാരുത ആണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ മത്സരിക്കട്ടെ, നിങ്ങളെന്തിനാ അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നേ? ഇപ്പോൾ പാർട്ടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയും കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ അടുത്തിടെ ഒരു RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നേരത്തെ തിരുമല അനിൽ ആത്മഹത്യയുണ്ട്. ഈ ആത്മഹത്യകൾ നിരന്തരം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് പൊതുവിൽ? ഇതിനൊക്കെ മറുപടി പാർട്ടി നേതൃത്വം പത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിനകത്ത് കൂടുതൽ പ്രതികരിക്കാനില്ല. എല്ലാവിധ ആശംസകൾ. താങ്ക് യു. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.